ആരാണ് ധ്രുവ്? ഒരു ചെറുപ്പക്കാരൻ, വെറും 29 വയസ്സ് മാത്രം പ്രായം. BJPയുടെ കലുഷിത വിഷലിപ്ത പ്രചാരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകൾ പലയിടത്തും ജനപക്ഷത്തിൻ്റെ നാവായി എന്ന് പറയപ്പെടുന്നു. പൊതു ഇടങ്ങളിൽ അത് ബിഗ് സ്ക്രീനുകളിലും മറ്റും പ്രദർശിപ്പിക്കപ്പെട്ടു. 26 ദശലക്ഷം സ്ഥിരം പ്രേക്ഷകരുള്ള രാഠിയുടെ വീഡിയോകൾ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്വാധീനമായി മാറിയതിൻ്റെ കൂടി തെളിവാണ് ഇക്കഴിഞ്ഞ ജനവിധിയെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി BJP അനുകൂല വൃത്താന്തങ്ങൾ മാത്രം നൽകുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി, അധികാര ദുർവിനിയോഗം, ജനാധിപത്യ അട്ടിമറി തുടങ്ങിയ ജനദ്രോഹകരമായ എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധം അയാൾ അവതരിപ്പിച്ചു. മോദിയുടെ നയങ്ങളും ജൽപ്പനകളും തുടക്കം മുതലേ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തൻ്റെ വീഡിയോകളിലൂടെ റാഠി മാറി. വെറും 29 വയസ്സുള്ള റാഠി ഹരിയാന സ്വദേശിയാണ്. ജോലി കണ്ടന്റ് ക്രിയേറ്റർ. ഇപ്പോൾ ജർമ്മനിയിലാണ് താമസം. വിയന്നക്കാരി ജൂലിയാണ് ഭാര്യ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ വാരി വലിച്ച് എഴുതുകയല്ല ഈ ചെറുപ്പക്കാരൻ്റെ യൂട്യൂബ് ചാനൽ. ജനം അറിയേണ്ടതെന്തോ, നാടുറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് ധ്രുവിൻ്റെ കണ്ടന്റുകൾ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സൗമ്യമായി നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന റാഠിയുടെ സംഭാഷണം തുടർന്ന് ഏത് അധികാര സ്തംഭങ്ങളെയും വിറപ്പിക്കുന്ന വസ്തുതകളുടെ അമ്പേത്താണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ റാഠിയുടെ അവതരണങ്ങളിൽ എഞ്ചിനീയറിംഗ് ബുദ്ധിയും കൃത്യതയും വ്യക്തം. ഒരർത്ഥത്തിൽ ആരും പറയാൻ മടിക്കുന്നത് മുഖത്തു നോക്കി പറയുന്നതിൻ്റെ ചങ്കൂറ്റം തന്നെയാണ് റാഠി എന്ന പേര്. ശക്തനായ രാഷ്ട്രീയ എതിരാളി, ഇലക്ട്രൽ ബോണ്ട്, EVM, മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, ഗോമാതാവും ഇന്ത്യയും, പെട്രോൾ വില, റഫാൽ, ബുൾഡോസർ രാജ്, ജമ്മു കാശ്മീർ എന്ന് തുടങ്ങി രാജ്യം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ്, സത്യം തുറന്നു കാട്ടുകയാണ് ധ്രുവ് റാഠി. ആത്മവിശ്വാസം ജ്വലിക്കുന്ന കണ്ണുകളാണ് അയാളുടെ പ്രത്യേകത. കാഴ്ചക്കാരോട് നേരിട്ട് സംസാരിക്കുന്ന രീതി, വസ്തുനിഷ്ഠമായ ലളിതമായ അവതരണം. 2014 0 സബ്സ്ക്രൈബേഴ്സുമായി തുടങ്ങിയ ചാനൽ കൃത്യം 10 വർഷത്തിലെത്തുമ്പോൾ 26 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. സർക്കാരിനെതിരായ വിമർശനമാണ് കൂടുതൽ. ജനാധിപത്യത്തിൽ വേണ്ടതും അതുതന്നെയാണല്ലോ. കാരണം വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ ഇൻ്റർനെറ്റ് പോലും റദ്ദാക്കുന്ന ഭരണത്തലവന്മാരുള്ളപ്പോൾ ധ്രുവിനെ പോലുള്ളവർ ഇവിടെ തന്നെ വേണം. എന്നാൽ ഒരിക്കൽ ധ്രുവിനെയും ഫേസ്ബുക്ക് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. ഫാസിസത്തിനെ കുറിച്ചുള്ള പരാമർശത്തിന് 2019 അത്. പക്ഷേ 12 മണിക്കൂറുകൾക്കകം ആ നടപടി പിൻവലിച്ച് ഫേസ്ബുക്ക് മാപ്പ് പറയേണ്ടി വന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ധ്രുവിൻ്റെ സ്വാധീനം അത്രത്തോളമായിരുന്നു. വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് കേരളത്തിൽ ധ്രുവിൻ്റേതായി ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. വീഡിയോ കണ്ടതോടെ ഈ ഹിന്ദിക്കാരൻ പയ്യൻ ആള് കൊള്ളാമല്ലോ എന്ന് മലയാളികളും പറഞ്ഞു. 20 മില്യണിലധികം പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുന്ന ദ ഡിക്റ്റേറ്റർ എന്ന വീഡിയോ കണ്ടവർ ധ്രുവിൻ്റെ കുറിക്കുകൊള്ളുന്ന വിമർശനത്തെ, സത്യം വിളിച്ചു പറയുന്ന തൻ്റെയിടത്തെ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. 24 മില്യണിലധികം വ്യൂസാണ് ഈ ഒറ്റ വീഡിയോയ്ക്കുള്ളത്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനുമുണ്ട് 20 മില്യണിലധികം വ്യൂസ്. പ്രതിപക്ഷത്തോട് ഭരണകക്ഷി സ്വീകരിക്കുന്ന അടിച്ചമർത്തൽ നിലപാടിനെയും ജനാധിപത്യ ധ്വംസനത്തെയും സർക്കാർ കൊള്ളയെയുമെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട് ധ്രുവ്. 3 ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 5 പ്രാദേശിക ഇന്ത്യൻ ഭാഷകളിൽ കൂടി അദ്ദേഹം യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചു. തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി എന്നീ ഭാഷകളിൽ ധ്രുവ് തന്നെയാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റ് ഭാഷകളിലേക്ക് വീഡിയോ ഡബ് ചെയ്തിരിക്കുകയാണ്. സങ്കീർണമായ കാര്യങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ധ്രുവ്. ഈ ലോകം നമുക്കും ചുറ്റുമുള്ളവർക്കും നല്ലൊരിടമായി ഇരിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിലൂടെ സാമൂഹിക ബോധവൽക്കരണം നടത്താനാണ്
ധ്രുവ് ശ്രമിക്കുന്നത് എന്നാണ് ചാനലിൻ്റെ ബയോയിൽ പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്കൽ റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് ധ്രുവ്. കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയവയാണ് ഇഷ്ടമേഖലകൾ. ഒരു ട്രാവൽ വ്ളോഗിലൂടെയാണ് ധ്രുവ് തൻ്റെ കണ്ടന്റ് ക്രിയേറ്റർ ജീവിതം ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തിൻ്റെ ഗതിയെക്കുറിച്ച് സംസാരിക്കുന്ന, രാഷ്ട്രീയത്തെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന, പ്രതിപക്ഷത്തേക്കാൾ ശക്തമായി സർക്കാരിനെതിരെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് പ്രതീക്ഷയായി മാറുകയാണ്.